ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൽട്ട് നഴ്സ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള CBTയുടെ ന്യൂമറസി പാർട്ടിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് CBTയിൽ ഒരു 6 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ന്യൂമറസിയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അതിൽ നിങ്ങൾ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് 15 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് കൺവേർഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തേർഡ് ടൈപ്പായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് യൂണിറ്റ് പഠിക്കാം. ഓക്കെ, അതായത് എപ്പോഴും നമുക്ക് കിലോഗ്രാം ആയിരിക്കും ഏറ്റവും വലുത്. കിലോഗ്രാം ഏറ്റവും വലുത്. ദെൻ അതിന് തൊട്ട് താഴെയാണ് ഗ്രാം വരുന്നത്. ഗ്രാമിനും തൊട്ട് താഴെയാണ് mg വരിക. mg അതായത് മില്ലിഗ്രാം. ഓക്കെ, മില്ലിഗ്രാമിനും ചെറുതാണ് എന്ത് നമ്മുടെ മൈക്രോഗ്രാം അല്ലെങ്കിൽ mcg എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ കിലോഗ്രാമാണ് നമ്മുടെ ഏറ്റവും വലുത്. അതിന് താഴെയാണ് നമ്മുടെ ഗ്രാം വരുന്നത്. ഗ്രാമിന് താഴെയാണ് മില്ലിഗ്രാം. മില്ലിഗ്രാമിനും താഴെയാണ് മൈക്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കൺവേർഷൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബിഗർ ടു സ്മോളർ ആണ് നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഓക്കെ ബിഗർ ടു സ്മോളർ കൺവേർഷനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 1000 ചെയ്യണം. ഓക്കെ, ഇൻറ്റു 1000. ബിഗ് ടു സ്മോൾ ആണെങ്കിൽ നമ്മൾ ഇൻറ്റു 1000 ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളോട് അവർ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 6.5 ഗ്രാം ടു മില്ലിഗ്രാം. ഓക്കെ, 6.5 ഗ്രാമിനെ മില്ലിഗ്രാമിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാം എന്ന് പറയുന്നത് ബിഗാണ്, മില്ലിഗ്രാം സ്മോളറാണ്. അപ്പോൾ ബിഗ് ടു സ്മോൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1000 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 6.5 ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 6500 mg, അതായത് മില്ലിഗ്രാം. ഓക്കെ, അപ്പോൾ ബിഗ് ടു സ്മോൾ ചെയ്യുമ്പോൾ ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി തിരിച്ചും വരാം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ടു ബിഗ് ചോദിക്കാറുണ്ട്. ഓക്കെ, സ്മോൾ ടു ബിഗ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സ്മോൾ ടു ബിഗ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പേഷ്യൻറ്റിൻ്റെ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 65 ml ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മളോട് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേഷ്യൻ്റെ യൂറിൻ ഔട്ട്പുട്ട് 65 ml ആണ്. അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്മോളർ ടു ബിഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 65 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 0.065 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 0.065 ലിറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടുന്നത്. ഓക്കെ, എപ്പോഴും ബിഗ് ടു സ്മോൾ ആണെങ്കിൽ ഇൻറ്റു 1000 ചെയ്യുക. ഓക്കെ, സ്മോൾ ടു ബിഗ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ നിങ്ങൾ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹായ് ഡിയർ നഴ്സസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡൽട്ട് നഴ്സ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള കുട്ടികൾക്കായിട്ടുള്ള
CBTയുടെ ന്യൂമറസി പാർട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് CBTയിൽ